ഹായ് ഹലോ വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഫെബ്രുവരി 23, 2026 ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസിന്റെ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഒരുപാട് സമയം കളയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഇന്ന് അനാലിസിസിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് അനാലിസിസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ ന്യൂസ് അനാലിസിസ് കൂടുതലും ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയറിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ട്. അതിനെ നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ബഡ്ജറ്റിൽ അതേപോലെ തന്നെ നമുക്ക് എക്കോണമി എക്സാം പെർസ്പെക്റ്റീവ് ഇപ്പൊ പ്രിലിംസ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോസിലായി മാത്യു സാർ പറഞ്ഞതുപോലെ പ്രിലിംസ് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു 95 ദിവസത്തിൽ താഴെ മാത്രമാണ് ഇനി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ന്യൂസ് അനാലിസിസിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് അനാലിസിസിൽ ന്യൂസ് പേപ്പറിൽ നിന്ന് മാത്രമല്ലാതെ PIBയിൽ വന്നിരിക്കുന്ന ന്യൂസ് ആർട്ടിക്കിൾസും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കോംപ്രിഹെൻസീവ് കവറേജ് ഓഫ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഇന്നിവിടെ നടക്കുന്നത്. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, PIB തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോംസിൽ നിന്നുള്ള ന്യൂസും നമ്മൾ ഇന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സമയം കളയുന്നില്ല, നേരെ അനാലിസിസിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് CPIനെ കുറിച്ചിട്ടാണ്. CPI എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ബേസ് ഇയർ റിവൈസ് ചെയ്തിരിക്കുകയാണ്. ആ ബേസ് ഇയർ റിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2011, 2012 ആയിരുന്നു നമ്മളുടെ CPIയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ആദ്യത്തെ ബേസ് ഇയർ എന്ന് പറയുന്നത്. അതിൽ നിന്നും 2024 റിവിഷൻ നടത്തിയിരിക്കുകയാണ്. എന്ത്, നമ്മളുടെ CPIയുടെ ബേസ് ഇയർ എന്ന് പറയുന്നത്. ഈ ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മളുടെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര ശതമാനമാണ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ബേസ് ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബേസ് ഇയർ എന്ന് പറയുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഈ ബേസ് ഇയറിന് വരുത്തിയിരിക്കുന്ന മാറ്റം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പൊ ഈ ഒരു ഡിസിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബേസ് ഇയർ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ടും അതേപോലെ തന്നെ ഏറ്റവും പുതിയ കൺസ്യൂമർ പ്രൈസസ്, അതായത് ഇപ്പൊ നമ്മൾ 2012 നോക്കുകയാണെങ്കിൽ ഒരു പ്രീ കോവിഡ് ഇറയാണ്. കോവിഡിന് മുന്നേ ഉള്ള ഒരു സമയമാണ് ഈ 2012 എന്നൊക്കെ പറയുമ്പോൾ. ആ കോവിഡിന് ശേഷം അല്ലെങ്കിൽ 2012 ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ വേൾഡ് ഇക്കോണമി ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബേസ് ഇയർ വേണം നമുക്ക് എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്താണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ ബേസ് ഇയർ ചേഞ്ച് ആയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഈ ഡേറ്റ, അതായത് നമ്മൾക്ക് ഓരോ സാധനങ്ങളുടെയും പ്രൈസിൽ വരുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ്, ഇപ്പോൾ എങ്ങനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത്? ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തുണ്ടായിരുന്നു? നമുക്കൊരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ പോയിന്റ്സും സ്ലൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ലെക്ചർ നോട്ടായിട്ട് എടുക്കാവുന്നതാണ്. സോ അപ്പൊ നമുക്ക് എന്തുണ്ടായിരുന്നു? നമുക്കൊരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് നമ്മൾ എടുക്കുക. ആ ബാസ്ക്കറ്റിനകത്തേക്ക് നമ്മൾ കുറച്ച് ഗുഡ്സ് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, അതേപോലെ ബാക്കിയുള്ള വീറ്റ്, റൈസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കുക. പെട്രോളിയം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെക്കുക. ദെൻ ഇതിന്റെ വില, ഹോൾസെയിൽ വില കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ്, അതിന്റെ എന്ത് റേറ്റ്? ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത് മാറ്റി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തായി? നമ്മൾ റീറ്റെയിൽ, ഓക്കെ, റീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ റീറ്റെയിൽ പ്രൈസ് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ നോക്കുക എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നിന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് വേണം ബാക്കി വീഡിയോ കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം?
റീറ്റെയിൽ ഇൻഫ്ലേഷൻ എപ്പോഴും കൺസ്യൂമറിന്റെ പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ കൂടെ തന്നെ ഹോൾസെയിലറുടെയും അതേപോലെ തന്നെ റീറ്റെയിലറുടെയും പ്രോഫിറ്റ് അക്കോമഡേറ്റ് ചെയ്തതിനു ശേഷമാണ് അത് റീറ്റെയിൽ പ്രൈസിലേക്ക് മാറുള്ളൂ. അപ്പൊ ഈ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നതാണ് എന്ത് ശരിക്കും കൺസ്യൂമർ പേ ചെയ്യുന്നത്. സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നിന്നും റീറ്റെയിൽ പ്രൈസ്, അതായത് കൺസ്യൂമർ പ്രൈസിലേക്ക് വന്നപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? റിയൽ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ കാര്യം എന്താ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. രണ്ടാമതായിട്ട് ശരിക്കും ഇൻഡസ്ട്രീസ് ആണ് വരേണ്ടത്. പക്ഷെ വന്നിരിക്കുന്ന ആരാണ്? സർവീസ് സെക്ടർ ആണ്. അപ്പോൾ ഈ സർവീസ് സെക്ടർ എന്ന് പറയുന്ന സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ GDP യുടെ കോൺട്രിബ്യൂഷനിൽ സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ പ്രൈമറി സെക്ടർ. അപ്പോൾ ഈ മാനുഫാക്ചറിങ് സെക്ടറിനെയും അഗ്രികൾച്ചർ സെക്ടറിനെയും പിന്തള്ളിക്കൊണ്ട് സർവീസ് സെക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വളരെയധികം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ജനത സർവീസുകളെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പൊ പലരും ഓഫീസിൽ പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, പലരും ഇപ്പൊ റീഡിംഗ് റൂമിൽ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം, നമ്മൾ പലരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, പൂൾഡ് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് സുഖമില്ലാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ടാവാം. അതേപോലെ നിങ്ങളിപ്പോ ഒരു UPSC കോച്ചിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ഒരു മെന്ററിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ടുണ്ടാവാം. അപ്പൊ ഇതെല്ലാം എന്താണ്? സർവീസസ് ആണ്. അപ്പോ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അയാൾക്കുള്ള എക്സ്പെൻസസിൽ എന്തു കൂടെയുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള കൺസ്യൂമർ സർവീസസിന്റെ എക്സ്പെൻഡിച്ചറും കൂടുതലുണ്ട്. നമ്മൾ WPI നോക്കുമ്പോൾ അതിൽ എന്തില്ല? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സർവീസസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സർവീസസിനെ എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? വളരെ സിമ്പിൾ ആണ്. കാരണം സർവീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഹോൾസെയിൽ പ്രൈസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ആലോചിച്ച് നോക്കൂ, സർവീസസിന് ഹോൾസെയിൽ പ്രൈസ് എടുക്കാൻ സാധിക്കുമോ? അതായത് എന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ എനിക്ക് ഹോൾസെയിൽ റേറ്റിന് എന്നെ ചികിത്സിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ എന്റെ ടീച്ചർ എനിക്ക് ഹോൾസെയിൽ റേറ്റിന് ട്യൂഷൻ എടുത്ത് തന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഈ റീറ്റെയിൽ പ്രൈസ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ്, അതായത് നമ്മളുടെ ഡിഫറൻസിയേഷൻ ശരിക്കും നമ്മളുടെ എക്കണോമിക്കൽ ടേംസിന് ഗുഡ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, സർവീസസിന് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തില്ല? ഈ പറഞ്ഞിട്ടുള്ള സർവീസസ് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അടുത്ത ഒരു ലൈൻ ഓഫ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുഡ് ആർട്ടിക്കിൾസിനാണ് നമ്മളുടെ CPI-യില് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഇപ്പൊ ഫുഡ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് ആൻഡ് ബീവറേജസ്, ഫ്യൂവൽ, അതേപോലെയുള്ള സംഗതികൾക്കൊക്കെയാണ് CPI-യില് ആസ് കമ്പയർഡ് ടു WPI വെയിറ്റേജ് വരുന്നത്. ഇത് കൂടാതെ തന്നെ വേണമെങ്കിൽ UPSC-ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇമ്പോർട്ടഡ് ഗുഡ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ UPCM ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, എക്കോണമിയുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ ഇപ്പോഴും ഡിബേറ്റ് നടക്കുന്ന എന്താ? CPI വേണോ, WPI വേണോ, അതോ GDP ഡിഫ്ലേറ്റർ വേണോ എന്നുള്ളത്. ഇപ്പൊ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ GDP ഡിവൈഡ് ബൈ നോമിനൽ GDP ഇൻറ്റു 100 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ഇക്കോണമിയുടെ ടോട്ടൽ റിയൽ ടൈം ഇൻഫ്ലേഷൻ നമുക്ക് ഹോൾ ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ ഗുഡിനകത്തും അതേപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്തും അതേപോലെ തന്നെ ഈ നമ്മളുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനകത്തും ഏകദേശം 6 മുതൽ 12 കാറ്റഗറീസ് വരെയുള്ള ഗുഡ്സേ വരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മുടെ GDP ഡിഫ്ലേറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ എവറിത്തിങ്, ഗുഡ്സും സർവീസസും ഒക്കെ GDP ഡിഫ്ലേറ്ററിൽ വരും. പക്ഷെ GDP ഡിഫ്ലേറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? വെരി സിമ്പിൾ റീസൺ, ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ അക്കൗണ്ട്സ് അവിടെ എടുക്കുന്നില്ല, GDP-യിൽ എടുക്കുന്നില്ല. അപ്പൊ GDP-യുടെ അകത്ത് തന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ GDP ഡിഫ്ലേറ്ററിനകത്ത് ഇമ്പോർട്ടഡ് ഗുഡ് നമുക്ക് കൺസിഡർ ചെയ്യണോ? ഇപ്പൊ നമുക്ക് തോന്നും ഓക്കെ, നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ പ്രൈസ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ പെട്രോളിയം, അതേപോലെ എനർജി സെക്യൂരിറ്റി, അതേപോലെ നമ്മളുടെ ഫുഡ് സെക്യൂരിറ്റിയുടെ ന്യൂട്രീഷൻസ് ഭാഗമായിട്ടുള്ള മില്ലറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പൾസസ്, ഈ വക ഐറ്റംസ് ഒക്കെ എന്താണ്? നമ്മൾ വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് മെർച്ചൻഡൈസ് ഇമ്പോർട്ട് ആണ് നമ്മുടെ എക്സ്പോർട്സിനേക്കാളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. സോ
ആ റിയൽ ഡേറ്റ കിട്ടണമെങ്കിൽ ഇമ്പോർട്ടഡ് റേറ്റ് കൂടി നമുക്ക് കിട്ടണം. ആ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ വില കൂടി നമ്മൾക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ബേസിക്സ് ഓഫ് WPI, CPI ആൻഡ് GDP ഡിഫ്ലേറ്റർ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഈ ന്യൂസ് ആർട്ടിക്കിളിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് തന്നെ, ഇന്ത്യ CPI ഹാസ് ബീൻ അപ്ഡേറ്റഡ് വിത്ത് എ ന്യൂ ബേസ് ഇയർ ഓഫ് 2024. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇയറിനെ നമ്മൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ബേസ് ഇയറിനെ 100 ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ 2025 നമ്മളുടെ ടോട്ടൽ റേറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 101 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ 1% ആണ് എത്ര ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്ന് പറയാം. അപ്പൊ അതാണ് ആ ഒരു ബേസ് റേറ്റ് എന്ന് പറയുമ്പോൾ 100 ആക്കി 2004 equal to 100 എന്ന് കിട്ടുന്നത്. ഓക്കെ, replacing the previous 2012 base. Okay, the data is collected from the household consumption expenditure survey. Okay, to better reflect current household spending patterns. Okay, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിലിംസിന് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞിട്ടുള്ള ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന കീവേഡ്സ് എല്ലാം നിങ്ങളുടെ നോട്ടിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ പ്രിലിംസിന് പോകുന്നതിന് മുമ്പ് റിവിഷൻ ചെയ്തിട്ട് പോവുക. അത് നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ പ്രിലിംസ് affect you. Okay, then നമ്മുടെ consumption basket is divided into 12 distinct categories based on classification of individual consumption according to purpose. Okay, classification of individual consumption according to purpose. ഇത് നോട്ട് ചെയ്ത് വെക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 12 കാറ്റഗറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്? 12 കാറ്റഗറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കൺസംപ്ഷൻ അക്കോർഡിംഗ് ടു ദി പർപ്പസ്. ഓക്കെ, 2018 അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ 12 ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഏറിയർ, അതായത് ഈ ഒരു റിവിഷൻ കൊണ്ടുവരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? 6 ഗ്രൂപ്പ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 6ൽ നിന്ന് 12ലേക്ക് വരുമ്പോൾ നമ്മളൊരു കോമൺ സെൻസിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള അസംപ്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ബ്രോഡായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the key changes in weight include a reduced share of food and beverages. നമ്മൾ പറഞ്ഞു as compared to wholesale price index, consumer price index have lesser share of food and beverages. Okay, while non-food items like housing services, health, education, transport and personal care now have greater influence on the headline inflation. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഞാനൊരു ഒരു ടാസ്ക് തരാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോയുടെ താഴെ what is the difference between headline inflation and core inflation എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, then this update improve visibility of inflation in services and non-food sectors. അതായത് ഫുഡ്, അതായത് ഒരു ഡെവലപ്ഡ് എക്കോണമീനെ ഇപ്പൊ നിങ്ങൾ കോർ വേഴ്സസ് ഹെഡ് ഒരു ഡിസ്റ്റിങ്ഷൻ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും ഈ ഡെവലപ്ഡ് എക്കോണമീസിലൊക്കെ എങ്ങനെയാണ് കോർ ഇൻഫ്ലേഷൻ ആണോ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറയൂ, ഓൺലൈനിലൊന്ന് മെഷർ, അത് എല്ലാവരും ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യൂ, എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യൂ. ഡെവലപ്ഡ് എക്കോണമീസിലെ കോർ ഇൻഫ്ലേഷൻ ആണോ അതോ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട്? ഓക്കെ, കറക്റ്റ്. ഏതാണ്? കോർ ആണ്. കോർ ഇൻഫ്ലേഷൻ ആണ് എവിടെ മെഷർ ചെയ്യുന്നത്? നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് ഈ നമ്മളുടെ ഡെവലപ്ഡ് നേഷൻസ് എടുക്കുന്നത്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോർ ഇൻഫ്ലേഷൻ ആൻഡ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ? എന്താണ്? കമന്റ് ചെയ്യൂ. Yes, correct. അതെ, the difference between core inflation and headline inflation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അകത്ത് ഫുഡും ഫ്യൂവലും വരുന്നു, കോർ ഇൻഫ്ലേഷൻ അകത്ത് ഫുഡും ഫ്യൂവലും വരുന്നില്ല. ഓക്കെ, യെസ്. ദെൻ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മളുടെ സ്റ്റേറ്റ് വൈസ് ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാനയിലാണ്. ഫോളോഡ് ബൈ നമ്മളുടെ കേരളത്തിലാണ്.
then Tamil Nadu and Rajasthan. Okay, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. Okay, ജസ്റ്റ് ഒരു ഫാക്ടർ ആണ്. Then നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നിന്നും നമുക്ക് നോക്കാനില്ല. ഇത്രേ ഉള്ളൂ. The new CPI better capture structural differences in household spending across states and reduce the dominance of short-term food price volatility in inflation readings. Okay, നിങ്ങൾക്കിത് ഈ ഒരു PDF അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് ആർട്ടിക്കിളിൽ നിന്ന് പറയാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു പർട്ടിക്കുലർ, ഇതൊരു ന്യൂസ് ആർട്ടിക്കിൾ അല്ല, ഇത് PIBയിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. കുറച്ച് പഴയ ആർട്ടിക്കിൾ ആണെങ്കിലും നമ്മളുടെ എക്സാമിന് റിലവന്റ് ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ കോട്ട് ചെയ്യാതെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ടോപ്പിക് ആയിട്ടുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് LFPR എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, സോ ദ ഡെഫിനിഷൻ ഓഫ് LFPR is defined as the number of persons or person days in a labor force per 1000 persons per person days. ബേസിക്കലി എത്രയാണ് നമ്മളുടെ ലേബർ ഫോഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് ലേബർ ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? സേ യെസ് ഓർ നോ. ഓൺലൈൻ പ്ലീസ് സേ യെസ് ഓർ നോ. യെസ്, നമുക്ക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ലേബർ ഫോഴ്സ് ഈസ് നെവർ ഈക്വൽ ടു ദി പോപ്പുലേഷൻ. കാരണം എന്താ? ഇതിനകത്ത് 15 വയസ്സിൽ താഴെയുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ലേബർ ഫോഴ്സിനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ദേ ആർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ദേ ആർ കിഡ്സ് അല്ലെ, അവരൊക്കെ കുട്ടികളാണ്. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനകത്ത് ലേബർ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ അതേപോലെ തന്നെ ഫിസിക്കലി വൾണറബിൾ ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലേബർ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലേബർ ഫോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു എംപ്ലോയബിൾ ആയിട്ടുള്ള ലേബർ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പോപ്പുലേഷനെയാണ്, 15 വയസ്സിന് മുകളിലുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ടോട്ടൽ ലേബർ ഫോഴ്സിൽ എത്ര ആളുകൾക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം ആളുകൾക്ക് പണിയില്ല അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇല്ല എന്ന് മെഷർ ചെയ്ത് കിട്ടുന്ന പെർസെന്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ, അതായത് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളതും വർക്ക് ചെയ്യാൻ എബിലിറ്റി ഉള്ളതുമായിട്ടുള്ള ആളുകളിൽ എത്ര പേർക്ക് ജോലി ഇല്ല എന്നുള്ളതിന്റെ റേറ്റിനെയാണ് ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും എന്തല്ല, ഈ പറഞ്ഞിട്ടുള്ള ടോട്ടൽ പോപ്പുലേഷന്റെ അല്ല നമ്മൾ എന്തെടുക്കേണ്ടത്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എടുക്കേണ്ടത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലേബർ ഫോഴ്സിൽ എത്ര പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നുള്ളതാണ്. Okay, female labor force participation rate measure the share of women in either employed or actively seeking work. A higher FLFPR indicate greater gender equality and more a dynamic labor market. So നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇൻക്രീസിംഗ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡിക്രീസിംഗ് ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലും തെറ്റില്ല. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്തോളൂ. ഓക്കെ, ദെൻ from 2025 onwards, periodic labor force survey annual results will be based on calendar year of January to December. Okay, to enhance labor market analysis and enable timely update to international labor statistics database. Okay, ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. നമുക്ക് ആ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേനെ കുറിച്ച് അവിടെ മെൻഷൻ വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എന്താണ് കറന്റ് ട്രെൻഡ്സ് ഓഫ് ദവർ ഫീമെയിൽ ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷന്റെ കറന്റ് ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഷോസ് റൂറൽ എംപ്ലോയ്മെന്റ് എമംഗ് പേഴ്സൺ ഏജ് 15. ഓക്കെ, റൂറൽ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞിരിക്കുകയാണ്, ഡിക്ലൈൻ ടു 4.4%. ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ അല്ലേ? നമ്മുടെ റൂറൽ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പറയുന്നത്. ഓക്കെ, ദെൻ അർബൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റോ എഡ്ജ്ഡ് അപ്പ് സ്ലൈറ്റ്ലി, ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്.
വേണമെങ്കിൽ ചോദ്യം ഇങ്ങനെ തന്നെ ചോദിക്കാം. റൂറൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു എന്നും അർബൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിയെന്നും പറയാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അതിനകത്ത് അർബനിനകത്ത് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറവാണ്, 9% ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഓവറോൾ അൺഎംപ്ലോയ്മെന്റ്, ഇതാണ് നമ്മുടെ കീ ഡേറ്റ എന്ന് പറയുന്നത്. എത്രയാണ്? ഈ 5.2% എന്ന് പറയുന്നതാണ് നമ്മളുടെ കീ ഡേറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഓവറോൾ അൺഎംപ്ലോയ്മെന്റ് എമംഗ് 15+ ഡ്രോപ്പ് ടു, ഓക്കെ, 15+ എന്ന് ഉദ്ദേശിക്കുന്ന ഏജ് ആണ്. ഓവറോൾ അൺഎംപ്ലോയ്മെന്റ് എമംഗ് 15+ ഡ്രോപ്പ് ടു 5.2%. ഓക്കെ, ദെൻ ഈ നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയയിൽ കമ്പാരിറ്റീവ്ലി എന്താണ് അൺഎംപ്ലോയ്മെന്റ് കുറവാണ്. ബിക്കോസ് അതിന്റെ റീസൺസ് അത് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതാൻ മതി? നമുക്ക് ഇങ്ങനെ പറയാം, ഓവറോൾ അൺഎംപ്ലോയ്മെന്റ് എമംഗ് 15+ ഡ്രോപ്പ് ടു 5.2% ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് dominated in rural areas while urban jobs were primarily regular wage or salaried employment. Okay, then in urban areas the tertiary sector remained dominant and in rural area the primary sector is dominant. Okay, then in urban areas the tertiary sector remained dominant, employing 62% of the work. അപ്പോൾ ഇതൊക്കെയാണ് കറന്റ് ഈ പറഞ്ഞിട്ടുള്ള ട്രെൻഡ് ഇൻ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്കൊരു സ്ട്രേറ്റ് ഫോർവേഡ് UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് RBI ക്ലെയിംസ് എന്ന് പറയുന്നത്. ക്ലെയിംസ് ഫോർ K for capital, L for labor, E for energy, M for materials and S for service. It is a database published by Reserve Bank of India to provide employment estimate at all India level including public and private sectors. ഇതൊരു ചിലപ്പോൾ ചോദിക്കാം, ക്ലെയിംസ് സർവേ അല്ലെങ്കിൽ ക്ലെയിംസ് ഡാറ്റാബേസ് ഈസ് റീസെന്റ് പബ്ലിഷ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ RBI. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇൻക്ലൂഡ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. നോക്കുക, പബ്ലിക് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയും, ചിലപ്പോൾ പറയും പ്രൈവറ്റ് ഇൻക്ലൂഡഡ് ആണ് അല്ല എന്ന് പറയും. അത് രണ്ടുപേരും ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾസോ ഞാൻ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോണ്ടംപററി ടോപ്പിക് ആയിട്ടുള്ള ഒരു GST റിഫോംസിനെ കുറിച്ചിട്ടാണ്. 56ാമത് GST കൗൺസിൽ മീറ്റിംഗിനകത്താണ് പുതിയ റിഫോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ ടാക്സ് ലാബ് ആയിരുന്ന 5%, 12%, 18%, 28%ത്തിൽ നിന്നും 5%, 18% ആക്കി കുറച്ചു. ഓക്കെ, അതേപോലെ തന്നെ ഒരു 40% സ്ലാബ് ഒരു സിൻ ഗുഡ്സിന് വേണ്ടിയിട്ടും ലക്ഷറി ഗുഡ്സിന് വേണ്ടി. ഇപ്പൊ സിൻ ഗുഡ്സ് എന്ന് പറയുന്നത് ആൽക്കഹോൾ, അതേപോലെ തന്നെ നമ്മളുടെ ആൽക്കഹോള്, അതേപോലെ സിഗരറ്റ്സ്, അതേപോലെയുള്ള സംഗതികളിലൊക്കെ ഒരു 40% സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 40% ആയിരിക്കും അതേപോലെയുള്ള ഗുഡ്സിനകത്തൊക്കെയുള്ള റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വിത്ത് എഫക്ട് ഫ്രം September 22, 2025 onwards. ഓക്കെ, ദെൻ നോർമൽ യൂണിഫൈഡ് ഡയറക്ട് ടാക്സ് ആണ്. ഓക്കെ, ദെൻ നമുക്കൊരു GST അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള GSTയുടെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡയറക്ട് ടാക്സ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്കൊരു എനർജി നമ്മുടെ എക്കോണമി റിലേറ്റഡ് ആയിട്ട് നമുക്ക് 23-ാം തീയതി ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്ന പല സോഴ്സസിൽ നിന്നുള്ള കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിറ്റിസിസമോ എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബിന്റെ കമന്റ് ആയിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തുക. ഇത് കൂടാതെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താം. നമ്മൾ അതിനൊരു റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്.